ഹലോ മക്കളെ, ഈ ഒരു വീഡിയോ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിനൊന്നും പോവാതെ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്തിനാണ് എന്തിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കോച്ചിങ് സെൻറ്ററിൽ നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നീറ്റ് എക്സാമിൻ്റെ കോച്ചിങ്ങിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ കൂടെ തന്നെ, ഇപ്പോൾ നിങ്ങൾ +1 +2 ആണ്, നിങ്ങൾ സ്കൂളിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാകും. ഇനിയിപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒരുപാടാണ്. ഒന്നാമത്തെ കാര്യം, അവർ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ അവിടെ വേറെ ആരെയും കാണുന്നില്ല അല്ലേ. നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? കുറേ കുട്ടികളുണ്ട്, നമ്മൾക്ക് കോമ്പറ്റീറ്റേഴ്സ്, അവരെല്ലാവരും കോച്ചിങ്ങിന് പഠിക്കുന്നുണ്ട്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒത്തിരി ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കുറേ ആൾക്കാർ എന്താണ്, അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവർ കാണുന്നത്. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് അല്ല, ഞാൻ മാത്രം ഒരു റൂമിൻ്റെ അകത്തിരുന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനിങ്ങനെ പോവുകയാണ്, എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ നെഗറ്റീവ്സ് നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ജേർണിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും വേറെ ലെവലാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പം ഒറ്റയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മുടെ ചുറ്റും കുറേ നെഗറ്റീവ്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളോടാണ് മിസ്സിന് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണ്, എനിക്ക് എന്നെ കോച്ചിങ്ങിന് വിടാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു അടിപൊളി ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാം എന്നുള്ള ആ ഒരു കറേജ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു വർഷം ഇതിനു വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത്. ആൻഡ് അതിന് നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ആ അഡ്വാൻറ്റേജസ് നമ്മൾ മനസ്സിലാക്കാതെ പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്താണ്, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പിയർ പ്രഷർ ഇല്ല. മറ്റേതെന്താ വെച്ചാൽ, അയ്യോ അവരെന്ത് ചെയ്യുന്നു, അവരിത് ചെയ്യുന്നു, ഞാനിത് ചെയ്തിട്ടില്ല, അങ്ങനെ നമുക്കൊരു പിയർ പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആ ഒരു ടൈമിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു കോച്ചിങ്ങിന് പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ വേറെ സ്കൂളിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലാസ് കറക്റ്റ് ടൈമിന് ഉണ്ടാകും. അപ്പോൾ ആ ടൈമിന് നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു റിപ്പീറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കറക്റ്റ് അറിയാം അല്ലേ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം. ആ കാര്യങ്ങൾ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആക്കി നമുക്ക് മാറ്റിക്കൂടെ? നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാനും നിങ്ങളുടേതായിട്ടുള്ള പേസിൽ നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാനും പറ്റും. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്കെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അവർ വലിയ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിക്കുന്നു അല്ലേ, ഞാൻ മാത്രം എവിടെയും പോയി പഠിക്കുന്നില്ല, എനിക്കിത് കിട്ടുമോ, എന്നെക്കൊണ്ടിത് പറ്റുമോ, അങ്ങനെ കുറേ സെൽഫ് ഡൗട്ട് അടിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കാണുന്നത് അത് മാത്രമാണ്. അതിനിടയിൽ ഒത്തിരി മക്കൾ ബേൺ ഔട്ട് ആവുന്നുണ്ട് ഇൻ ദ സെൻസ്, അവർക്ക് ഒത്തിരി പ്രഷർ കാരണം ചിലപ്പോൾ കോച്ചിങ്ങിനൊക്കെ പോയിട്ട് പഠിക്കുന്ന മക്കൾ, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചോളം വീട്ടിൽ വിട്ട് നിൽക്കുകയാണ്, ഹോം സിക്നെസ് ഉള്ളവരുണ്ടാകും. ഓക്കെ, നമ്മൾക്ക് അറിയാത്തൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ്, ആ നീറ്റിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും അതിന് പുറമേയുള്ള സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വെറും കോൺസെപ്റ്റ് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് റാങ്ക് വാങ്ങിക്കുന്നതല്ല. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ നേടിയെടുക്കുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങളൊരു കാര്യം എങ്ങനെ സെൽഫ് ഡിസിപ്ലിനോടുകൂടി ചെയ്യാം, ഒരു കാര്യത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാമിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കണം അല്ലേ. അപ്പം നിങ്ങളൊരു ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഓപ്പറേഷന് പോവുകയാണ്, നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന സമയത്ത് മണിക്കൂറുകളിൽ നീണ്ട ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ എനിക്ക് മടുത്തു, എനിക്ക് കാലുവേദനയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അത് മാത്രമല്ല, അത്രത്തോളം ഫോക്കസിങ് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതൊക്കെ കൂടെയാണ് നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നേടിയെടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുക, ഇതിൽ നമുക്ക് എങ്ങനെ നമ്മളെ പോസിറ്റീവ് ആക്കാൻ പറ്റും, നമ്മളെ തന്നെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാതെ എപ്പോഴും മൈക്രോ ഗോൾസ് അച്ചീവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തന്നെ പ്രോഗ്രസ് നിങ്ങൾ തന്നെ നോക്കിക്കാണുക. അപ്പോഴാണ് ഞാൻ ഈ മാസം ഈ ചാപ്റ്റേഴ്സ് പഠിക്കും എന്ന് പറയുമ്പോൾ, ആ മാസം തീരണം നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ. പകരം ഈ ദിവസം ഞാൻ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും.
അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി മൈക്രോ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും. നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ വാച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ലാതാവുന്നു എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന്, അങ്ങനെ തന്നെ നിങ്ങൾ നോക്കിയാൽ കിട്ടും, ഒറ്റയ്ക്കിരുന്ന് കോച്ചിങ്ങിനൊന്നും പോവാതെ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അത് കണ്ട് സമയം കളയണം എന്നല്ല, ഫോർ മോട്ടിവേഷൻ ഒരു 10 മിനിറ്റ്സ് ഓർ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമ്മൾ ചെയ്യുന്നത് നമുക്ക് അച്ചീവബിൾ ആയിട്ടല്ലാത്തൊരു കാര്യമല്ല, നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. നിങ്ങളിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യമായിരിക്കും, എന്തോ ആയിക്കോട്ടെ. ആ സാഹചര്യത്തിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അതുമാത്രമല്ല, ഇങ്ങനത്തെ ഒരു ടഫ് ജേർണിയിലൂടെ കടന്നാണ് നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഏൺ ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കാൻ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളെപ്പോലെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കോച്ചിങ്ങിനൊന്നും പോകാതെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആയിരക്കണക്കിന് 10,000 കുട്ടികളുണ്ട്. ഓക്കെ, അവരെ നിങ്ങൾ കാണുന്നില്ല, അവരെക്കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അങ്ങനെ കുട്ടികളില്ല എന്നല്ല. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഡ്രീം നമ്മൾ ഈ ഒരു 2026 അച്ചീവ് ചെയ്യും.